ഹലോ വിബോസ്, ഇന്ന് 20th February. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ മോർണിംഗ് പെർഫോമൻസ് ആണ്. രാവിലെ വന്ന ട്രേഡ് എങ്ങനെ എടുക്കാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ പഠിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കി അറിയാൻ പറ്റും. രാവിലെ നമുക്ക് ബൈ എൻട്രി വന്നിട്ടുണ്ട്. ഗ്രീൻ കളറിൽ അപ്പാരാണ് ബൈ സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അലർട്ട് നോട്ടിഫിക്കേഷനിലും അതുപോലെ ഏറ്റവും മികലത്തെ ഡാഷ്ബോർഡിലും അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് കാണിച്ചു തന്നുണ്ട്. ബൈ ആയിട്ട് 25,539 വന്ന്. അപ്പോൾ നമ്മൾ ബൈ ആ റേറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ അനുസരിച്ചുള്ള ഏത് സ്ട്രൈക്ക് നിങ്ങൾക്ക് എടുക്കാം. അറ്റ് ദ മണിയോ ഇൻ ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നേരത്തെ നമ്മൾ പല വീഡിയോസ് ഇടുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ ചെയിൻ ചാർട്ടുകൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നിങ്ങൾക്ക് ഏത് സ്ട്രൈക്കാണ് വേണ്ട ആ ചാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 25,400 ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. അവിടെ നിഫ്റ്റിയിൽ ട്രേഡ് വരുമ്പോൾ നേരെ നമ്മൾ ഓപ്ഷനിൽ എടുക്കാം. ഓപ്ഷനിൽ ബാക്കി കൺഫർമേഷൻ എല്ലാം ചെക്ക് ചെയ്യേണ്ട ഓപ്ഷനിൽ ബൈ എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഈ 25,400 നമുക്ക് ട്രേഡ് വന്നിരിക്കുന്നത് 206 റേഞ്ചിലാണ്. നമുക്ക് ബൈസിക്കിൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ. 2 കൺഫർമേഷൻ. താഴത്തെ പ്രൈസ് സോൺ എന്തായിരിക്കണം, ബൈ സോണിൽ തന്നെ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ അവിടെ എടുക്കുക. പ്രൈസ് ഇൻ ബൈ സോൺ ആൻഡ് ബാർ കൺഫർമേഷൻ. ഇപ്പോൾ ഈ ഒരു ട്രേഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം നമുക്കിവിടെ കൺഫർമേഷൻ ഇല്ലായിരുന്നേ. കൺഫർമേഷൻ വന്ന ലെവലിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ അറൗണ്ടാണ് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് കയറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് റിസ്കി ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബൈസിക്കിൾ വന്നിരിക്കുന്ന റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത ശേഷം റെസിസ്റ്റൻസ് ഈ റെഡ് സ്റ്റാർ അവിടെ ഒരു റെസിസ്റ്ററിനെ ബ്രേക്ക് എന്ന് വെച്ചാൽ 80% മാർക്കറ്റ് അവിടെ അപ്പ് മൂവ്മെൻറ്റിലോട്ട് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൺഫർമേഷൻ താഴത്തെ ബാർ കൺഫർമേഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇവിടെ താഴത്തെ ബാറ് വരെ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കാതെ അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് വന്ന് ടൈപ്പ് ഒരു 100 പോയിന്റ് മേളിൽ കയറി നിൽക്കുകയാണ്. ടാർഗറ്റ് സോഫ്റ്റ്വെയർ എന്ന ടാർഗറ്റെല്ലാം അച്ചീവ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു റീ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ മാത്രം നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് രാവിലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.